ആണ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരുടെ മിസറി മുഴുവനും ഹൃദയത്തിൽ എടുക്കുന്ന ഒരാളാണ്. ഗാഡ് ഈസ് മിസറിക്കോർഡിയ. ലത്തീനിലും സ്പാനിഷിലും മറ്റ് ഒരുപാട് ഭാഷകളിൽ കരുണയ്ക്ക് പറയുന്ന വാക്കാണ് മിസറിക്കോർഡിയ. ഇനി ഇതിനേക്കാൾ വളരെ മനോഹരമായ ഒന്നാണ് ഹീബ്രു ഭാഷയിൽ. ഹീബ്രുവിൽ പറയുന്നൊരു വാക്ക് റഹാമിങ് എന്ന് പറയും. റഹാമിങ് എന്ന് പറയാം, റഹ്മാൻ എന്നൊക്കെ പറയണത് അതിൽ നിന്നുണ്ടായതാണ്. റഹാമിങ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭം എന്നാണ് അർത്ഥം. അമ്മയുടെ ഗർഭം. അമ്മയുടെ ഗർഭത്തിൽ ഒരു ശിശുവിനെ പോലെയാണ് കരുണയുള്ള ഹൃദയം. കരുണ എന്നത് അമ്മയുടെ ഗർഭത്തിലെ ആ ശിശുവിന് കിട്ടുന്നതാണ്. അമ്മയുടെ ഗർഭത്തിലെ ആ ശിശു എന്ത് സാഹചര്യത്തിൽ ഗർഭിണിയായെന്ന് ഈ ഗർഭം ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നുണ്ടോ? ആ ശിശു ചോദിക്കാതെ തന്നെ, അറിയാതെ തന്നെ എല്ലാം വളരെ പരിപാലിക്കുന്ന ഒരവസ്ഥയാണ്. ആ അമ്മയുടെ രക്തം പോലും ആ കുഞ്ഞിലേക്ക് ഒഴുകിക്കൊണ്ട് അതിനെ വളർത്തുന്നു. ആ ഗർഭപാത്രത്തിൽ ഉള്ള ദ്രാവകം വെള്ളവും രക്തവുമാണ്. ആ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിനെ നൽകുന്ന സംരക്ഷണവും സ്നേഹവുമാണ് കരുണ. എൻ്റെ ഉള്ളിൽ ഇതാണ് പ്രധാന ഒരു സങ്കല്പം. കരുണ എന്നത് ഒരു ശിശു ഗർഭത്തിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥാവിശേഷമാണ് കരുണ. ഏത് സാഹചര്യത്തിലും ഉണ്ടായതായാലും ഗർഭം അതിനോട് കാണിക്കുന്ന മനോഭാവം. അപ്പൊ ഈ കരുണ എന്നത് തത്വമായിട്ട് നമുക്ക് അനുഭവിക്കാനോ പകരാനോ പറ്റില്ല. കരുണ നമുക്ക് പകരുന്നെങ്കിൽ യേശുവിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. യേശു ആരെന്നുള്ള വ്യവസ്ഥയില്ലാതെ എല്ലാവർക്കും കരുണ കൊടുക്കുന്നു. ഇന്ന് നമ്മൾക്ക് ചില റിലീജിയനുകളായി. റിലീജിയൻ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം, പഞ്ചാബി, പാഴ്സി. പക്ഷേ വാസ്തവത്തിൽ ഇതെല്ലാം കുറെ കഴിയുമ്പോൾ മാറും. യേശു ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? പറയും. യേശു ക്രിസ്തു വന്നപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? നോ. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ക്രിസ്ത്യൻസ്. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. എന്തുകൊണ്ടെന്നാൽ യേശു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. പിന്നെ യേശു ആർക്ക് വേണ്ടിയാ വന്നത്? യേശു വന്നത് മനുഷ്യവംശത്തിന് മുഴുവനും വേണ്ടിയാണ്. യേശു കുരിശിൽ പെടഞ്ഞു മരിച്ചത് മനുഷ്യവംശത്തിന് മുഴുവനും വേണ്ടിയാണ്. ഈസാ മസീഹ് ഈസായോं का निजी संपत्ति नहीं है. ഞാൻ ഉത്തരേന്ത്യയിലാണ് എൻ്റെ സുവിശേഷ വേല തുടങ്ങിയത്. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. കർത്താവീശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു എല്ലാവർക്കും ഒരുപോലെ യാതൊരു പക്ഷപാതവും കൂടാതെ സ്നേഹവും കരുണയും കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം വലിയ സാക്ഷ്യമാണ് നമ്മുടെ ആതുരാലയങ്ങളിൽ കാണുന്നത്. നമ്മുടെ ആതുരാലയങ്ങളിലായാലും സ്കൂളുകളിലായാലും നമ്മൾ അവിടെ മറ്റൊന്നും ആരെയും മുഖം നോക്കിയിട്ടല്ല നമ്മൾ അവിടെ ഈ കരുണയുടെ പ്രവാഹം. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ഒരു സയൻറ്റിഫിക് നോളേജ് മാത്രം പോരാ, നമ്മൾ മെഡിസിനൽ ആയിട്ടുള്ള നോളേജ് മാത്രം പോരാ. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരു കരുണയുടെ അനുഭവം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്തുകൊണ്ട്? അവർ കരുണ കൊടുക്കുന്നതുകൊണ്ട്. അപ്പൊ സുവിശേഷത്തിൻ്റെ യേശുവിൻ്റെ പഠിപ്പിക്കലിലെ ഏറ്റവും പ്രധാന എന്നാൽ വളരെ
സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രബോധനം ഇതായിരുന്നു. ഗോൾഡൻ റൂൾ എന്ന് പറയും. എന്ന് പറഞ്ഞ എല്ലാവരും ഗോൾഡൻ റൂൾ ഒന്ന് കരം ഉയർത്തി പറഞ്ഞ്, ഗോൾഡൻ റൂൾ. എന്താണ് ഈ ഗോൾഡൻ റൂൾ? മത്തായി 7:12 ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. വായിക്കാം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. അതെല്ലാവരും ഏറ്റു പറയാമോ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കും. ഇത് രോഗികളും നേഴ്സും എന്നതിനേക്കാൾ കൂടുതൽ നേഴ്സുമായിട്ടാണ് പ്രധാന പ്രശ്നം. നമ്മളൊരു നേഴ്സാണ്, ഇനി ഡോക്ടറാണ്, നമ്മളൊരു ഡ്യൂട്ടിയിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അവരെ ഭരിക്കണം, അല്ലെങ്കിൽ അവരോട് കമാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യണം. എന്തായിരിക്കണം നമുക്കുണ്ടാകേണ്ട മനോഭാവം? മറ്റുള്ളവർ നമുക്കെന്ത് ചെയ്തു തരണമെന്ന് എന്ന് പറഞ്ഞെല്ലാവരും, മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുന്നു. സ്റ്റാർട്ട്. ചെറിയൊരു കാര്യം അങ്ങനെ നോക്കുക. ഞാൻ ഈ വചനത്തെ ആദ്യം മനസ്സിലായപ്പോൾ, ഞാനിപ്പോൾ ആശുപത്രി ശുശ്രൂഷയൊന്നും അല്ലല്ല അപ്പോൾ എൻ്റെ രാവിലെയുള്ള ഒരു ചട്ടം, എൻ്റെ ഭാര്യ ചായ ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തന്നാലേ ഞാൻ എണീക്കുള്ളൂ എന്നുള്ളതായിരുന്നു. അതൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമായിപ്പോയി. ഇപ്പം അങ്ങനെയില്ല കേട്ടോ. ഇപ്പം നേരെ മറിച്ചേ അതെങ്ങനെ ഉണ്ടായെന്നാണ്. അപ്പോൾ ഞാൻ ഈ വചനം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആലോചിച്ചു, മറ്റുള്ളവർ എനിക്ക് എന്ത് ചെയ്യും? അപ്പോൾ മറ്റുള്ളവർ, എൻ്റെ ഭാര്യ ചായ ഉണ്ടാക്കി രാവിലെ ബെഡ് കോഫി ആയിട്ട് ഞാൻ എണീക്കുന്നതിന് മുമ്പ്, എന്നെ എണിപ്പിക്കാതെ ഇതെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് തന്നാലേ ഞാൻ എണീക്കുള്ളൂ. എന്നിട്ട് അവിടെ ഇരുന്നത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ആസ്വാദ്യം, ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം. പക്ഷെ അപ്പം ഞാൻ ആലോചിച്ചു, ഈ വചനം പൂർത്തിയാക്കാൻ വേണ്ടി നാളെ ഭാര്യ എണീക്കുന്നതിന് മുൻപ് ഞാൻ എണീറ്റ് ഞാൻ തന്നെ പോയി ഒരു ചായ ഉണ്ടാക്കണം. ഇത് എൻ്റെ ജീവിതത്തിൽ അന്ന് വലിയൊരു സംഭവമാണ്. ഭാര്യയോട് പറയാതെ ഞാൻ നേരത്തെ അലാമെല്ലാം വെച്ച് എണീറ്റ് പതുക്കനെ കട്ടിലിൽ നിന്നറിയാതെ ഇറങ്ങി അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി. ചായ ഉണ്ടാക്കാൻ ചെന്നപ്പോൾ പാത്രങ്ങളൊന്നും ഇന്നലത്തെ ഭക്ഷണം കഴിച്ചൊന്നും കഴുകാണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അതും കഴുകേണ്ടി വന്നു. ഞാൻ ഈ ചായ ഉണ്ടാക്കുന്ന നേരത്തെ എല്ലാം എൻ്റെ വിചാരം എന്താണെന്ന് വിചാരിക്കണേ, എൻ്റെ വിചാരം എന്താ? ഈ ഗോൾഡൻ റൂൾ പ്രാവർത്തികമാക്കണം. സുവിശേഷത്തിലെ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുവോ അതും അവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് സുവിശേഷം. ഇത് നടപ്പാക്കാൻ ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയല്ലോ എന്നുള്ള ആഹ്ലാദം. കാരണം എനിക്ക് ചായ ഉണ്ടാക്കി തന്നേ തീരും. എനിക്കത് ഭയങ്കര കണിശമായിരുന്നു. രാവിലെ ഭാര്യ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എണീറ്റ് ചായ ഉണ്ടാക്കി തന്നാലേ ഞാൻ എണീക്കുള്ളൂ. ഞാൻ അവൾ എണീക്കുന്നതിന് മുമ്പ് എണീറ്റ് രുചികരമായൊരു ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് അവളെ എണീപ്പിക്കുകയാണ്. ഹലോ, ഇതാ ചായ. ഇതെന്താ, ഞാൻ സ്വപ്നം കാണുകയാണോ? അല്ല, യാഥാർത്ഥ്യമാണ്. ഇതെന്ത് സംഭവിച്ചു? ഇതെന്ത് പറ്റി? അത് പറയാം. ഇപ്പം ചായ കുടിക്കും. എൻ്റെ ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ ചായ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതൊരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. എന്താ എൻ്റെ മറക്കാത്ത സംഭവം? ചായയൊന്നുമല്ല മറക്കാത്ത സംഭവം. ഗോൾഡൻ റൂൾ പ്രാവർത്തികമാക്കാൻ ഒരു ചെറിയ ആരംഭം, എ ലിറ്റിൽ സ്റ്റാർട്ട്. ഇന്ന് എന്ത് പറയുന്നു? ഇന്ന് എല്ലാ ദിവസവും 4 മണിക്ക് ഞാൻ എണീക്കും, ഞാൻ തന്നെ ചായ ഉണ്ടാക്കും,
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഗോൾഡൻ റൂൾ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ ആശുപത്രി ശുശ്രൂഷ. അതാദ്യം നമ്മൾ രോഗിയുടെ അടുത്തല്ല ഇത് ചെയ്യേണ്ടത്, നമ്മൾ തന്നെ. അതായത് വാർഡിൽ നിങ്ങൾ സിസ്റ്റേഴ്സ്, ഡോക്ടർമാരും മറ്റുള്ളവരും തമ്മിൽ ആദ്യം ചെയ്യുക. ഒരു കോമ്പറ്റീഷൻ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് സ്നേഹത്തിൻ്റെ ഒരു ടീം സ്പിരിറ്റാണ്. ഒരു ടീം. നമ്മളൊരു വാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടീം ഓഫ് പേഴ്സൺസ് ഹു ഹാവ് ടു വർക്ക് ടുഗദർ. ഒരു കോമ്പറ്റീഷനോ ഒരാളെ കുറിച്ച് മറ്റൊരാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യോ അതൊന്നും അല്ല വേണ്ടത്. അവിടെ പോയി, അതിനാണ് ബൈബിളിൽ പറയുന്നത് ഫരിസേയ മനോഭാവമെന്ന്. ഫരിസേയരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആരെന്താണ് തെറ്റ് ചെയ്യണമെന്ന് നോക്കി നടന്നിട്ട് ഉടനെ വിളിച്ചു പറയുക, അല്ലേ അല്ലോ അയാൾ ശരിയല്ല, ഇയാളെ പുറത്താക്കണം, ഇയാൾക്ക് ഫൈൻ അടിക്കണം, ഇയാളെ ശിക്ഷിക്കണം. ഉടനെ സുപ്പീരിയറെ വിളിച്ച് പറയുക, മറ്റുള്ളവരെ വിളിച്ച് പറയുക. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കരുണ നമ്മളിൽ ഉണ്ടെങ്കിലും കരുണ നമ്മളിൽ പ്രവഹിക്കാത്തതിൻ്റെ 2-3 കാരണങ്ങൾ ഇതാണ്. 3 കാരണം എടുക്കാം. ഒന്ന്, ഈ ഗോൾഡൻ റൂൾ നമ്മൾ പ്രവർത്തിക്കുന്നില്ല. മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്തു തരണം, നമുക്ക് ചെയ്തു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ അങ്ങോട്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല, അപ്പോൾ കരുണ ഒഴുകില്ല. രണ്ടാമത്തേത്, ഈശോ എപ്പോഴും പറയാറുള്ള, വളരെ ശക്തമായിട്ട് പറയാറുള്ള ഒന്നാണ്, നിങ്ങൾ വിധിക്കരുത്. 7-ാം അധ്യായത്തിൽ, മത്തായി 7-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. അതാണ് ദൂഷ്യം. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നു, വിധിക്കുന്നു, കംപ്ലൈന്റ് ചെയ്യുന്നു. നമ്മൾ വിചാരിച്ചു, ഞാൻ അവളുടെ കുറ്റം കണ്ടുപിടിച്ചു, ഞാൻ റിപ്പോർട്ട് ചെയ്തു, ഇനി നല്ലത് കിട്ടും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ നമുക്കും സംഭവിക്കും. മറ്റൊരാൾ നമ്മളെയും അതുപോലെ വിധിക്കും. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇതൊരു പോലീസ് ഉദ്യോഗമല്ല. ഇതൊരു പോലീസ് ഉദ്യോഗം അല്ല. ഡ്രസ്സൊക്കെ കണ്ടിട്ട് കാക്കിക്കുപ്പായമാണ് എന്ന് വിചാരിച്ച് പോലീസിൻ്റെ കാക്കിക്കുപ്പായം അല്ല. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ വിമർശിക്കാമെന്ന് വിചാരിക്കരുത്. ഇന്ന് ഈ ഒരു ആശയത്തിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ വാർഡിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾക്ക് കർത്താവിൻ്റെ കരുണ ഒഴുക്കുന്നതിൻ്റെ തടസ്സം. കരുണയുണ്ട്. ഇത് കരുണയുടെ വലിയൊരു സ്ഥാപനമാണ്. എല്ലാവരിലും കർത്താവുണ്ട്. പക്ഷേ ഈ കരുണ ഒഴുകുന്നില്ല. എന്തുകൊണ്ട് ഒഴുകുന്നില്ല? നമ്മൾ മറ്റുള്ളവനെ വിധിക്കുന്നു. ഒന്ന്, മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അവർക്ക് ചെയ്യുന്നില്ല. 2, മൂന്നാമത്തേതാണ്, വാസ്തവത്തിൽ ഇത് തന്നെയാണ്, മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുക. ഇതെല്ലാം ഒരേ പോയിന്റ് അല്ലേ? ഈശോയുടെ ഒരു സ്വഭാവം എന്തായിരുന്നു? ഈശോ പരമപരിശുദ്ധനായിരുന്നു. എന്നാൽ ഒരാളെയും തിന്മ കാണുന്നില്ല. സുവിശേഷത്തിലുള്ള ഒരു സംഭവമാണ്, മത്തായി എന്നൊരാളുടെ വീട്ടിൽ ഈശോ ചെന്നു. മറ്റുള്ളവർ ഇയാളുടെ വീട്ടിൽ പോലും കയറില്ല. കാരണം അത്രയ്ക്ക് അയാളൊരു മോശമായ മനുഷ്യനാണ്, പാപിയാണ്, തിന്മ ചെയ്യുന്നവനാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഈശോ ചെന്നു. മറ്റുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു, ഇവനെന്താണ് പാപിയുടെയും ചുങ്കക്കാരൻ്റെയും വീട്ടിൽ കയറുന്നത്? അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല. പ്രാക്ടിക്കലായിട്ട് നോക്കി, ഈ യേശു ക്രിസ്തു അയാളുടെ എന്തെങ്കിലും കുറ്റത്തെക്കുറിച്ച് പറഞ്ഞോ? ഒരക്ഷരം പറഞ്ഞില്ല. ഇയാളുടെ പഴയ ഹിസ്റ്ററി ഒന്നും പറഞ്ഞില്ല.
മറിച്ച് ഇയാളെ പ്രൊമോട്ട് ചെയ്തു, ഇയാളെ ആരാക്കി? ഇയാളെ തൻ്റെ അപ്പസ്തലനാക്കി. അപ്പൊ ഈശോയുടെ കണ്ണിലൂടെ എന്ന് ഒരു ചിന്ത ഉണ്ട്. ഈശോയുടെ കണ്ണിൽ, ലുക്ക് ത്രൂ ദ ഐസ് ഓഫ് ജീസസ്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരിലും കുറ്റവും കുറവും. ആൾ പെശ കണ്ടോ, സൂക്ഷിക്കണം. അടുത്ത ആളോട് പറയുന്നത്, ഈ പുതിയൊരു നേഴ്സ് വന്നിട്ടുണ്ടേ, സൂക്ഷിക്കണേ. പുതിയൊരു സിസ്റ്റർ വന്നിട്ടുണ്ട്, ആൾ പെശ കണ്ട, സൂക്ഷിക്കണം. പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട്, വളരെ വാച്ച് ചെയ്യണമേ, അങ്ങേര് ഇന്ന സ്ഥലത്ത് വന്നതാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കണത്. ഇതാണ് നമ്മളിലെ ഏറ്റവും കൂടുതൽ മാറേണ്ടത്. ഡോണ്ട് ലുക്ക് അറ്റ് ദ പാസ്റ്റ്. ആരെയും കുറിച്ച് എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ വരുന്നവരോട് ഞാൻ അവരുടെ ഹിസ്റ്ററി ചോദിക്കാറില്ല. ഞാൻ, കർത്താവേ, നീയാണോ ഇദ്ദേഹത്തെ എൻ്റെ അടുത്ത് അയച്ചത് എന്ന് കർത്താവിനോട് ചോദിക്കും. കർത്താവ് പറയാണ്, യെസ് യെസ്, കം ഓൺ സ്റ്റാർട്ട്. പിന്നെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നോ വൺ ഈസ് പെർഫെക്റ്റ്. ഈസ് ദർ എനിവൺ പെർഫെക്റ്റ്? പറയും, നിങ്ങളൊന്ന് പറഞ്ഞ്, ഈസ് ദർ എനിവൺ പെർഫെക്റ്റ്? ഉണ്ടോ? ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ സഹപ്രവർത്തകരോട് നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവമാണ് നമ്മുടെ ടീം. ഇപ്പോൾ ഫുട്ബോൾ 11 പേരിൻ്റെ ടീമിൽ ഇവർ ഒരാൾ ഇതിൻ്റെ ഇടയിൽ മറ്റൊരുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ കളി തോന്നും. എന്ന മാതിരി നിങ്ങളുടെ വാർഡിൽ ഒരു 10 നേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു ഇൻചാർജ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ടീം ആവുന്നതിലാണ് വിജയം. ടീം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തമ്മിൽ ഒരു കോമ്പറ്റീഷനോ ഒരു തെറ്റ് കണ്ടുപിടിക്കാനോ കംപ്ലൈൻറ്റ് ചെയ്യാനോ ഉള്ള ചിന്ത പോലും നമുക്കുണ്ടാകരുത്. നമ്മൾ ആരെയും കുറിച്ചും കംപ്ലൈൻറ്റ് ചെയ്യരുത്. കാരണം എല്ലാവരിലും കുറവുകളുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നൊരു വാക്കിതാണ്, അവൻ കണ്ടിട്ടും കാണുന്നില്ല. ഒന്ന് പറഞ്ഞ എല്ലാവരും, അവൻ കണ്ടിട്ടും കാണുന്നില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് സ്കോട്ട്ലൻഡിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു മലയാളികളുടെ ഇടയിലായിരുന്നു അത്. അപ്പോൾ മലയാളികൾ നമ്മളുടെ അവരെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി നല്ല രുചിയുള്ള ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. യൂറോപ്പിൽ അതൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ പറയുകയാണ്, ബ്രദറിൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബിലൂടെ, നമ്മുടെ ഈ ധ്യാനങ്ങളെല്ലാം യൂട്യൂബിലുണ്ട്. തോമസ് പോൾ എന്നടിച്ചാൽ, ബ്രദർ തോമസ് പോൾ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഇടയ്ക്ക് കാണാം. ഇവൻ പറയാണ്, ഞാനത് കണ്ടു തുടങ്ങിയ പിന്നെ ഞാനും ഭാര്യയും വലിയ സമാധാനത്തിലാണ്. അപ്പം അതിൻ്റെ അർത്ഥം മുമ്പ് സമാധാനം ഇല്ലാതിരുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഭാര്യ പതുക്കിനെ ചിരിക്കുന്നുണ്ട് അവിടെ. ആ എൻ്റെ ബ്രദറെ, അതിങ്ങനെ, അപ്പം അവളിങ്ങനെ പറയാണ്, അത് അങ്ങനെ വലിയൊരു കാര്യമൊന്നും അല്ല, ഈ ചേട്ടൻ വെറുതെ അങ്ങനെ പൊക്കി പറയണം. അല്ല ബ്രദറെ, അതൊന്നും മനസ്സിലാക്കേണ്ടതാ. എന്നാ പറയും എന്ന് പറഞ്ഞു. നിസ്സാര കാര്യമാണ്, പക്ഷെ അതിൽ നിന്നും വലിയ ഒരു ആശയമാണ്. ഇദ്ദേഹം പറയാണ്, ബ്രദറെ, ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള ഈ വാഷ് ബേസിൻ്റെ അടുത്ത് ഒരു ടവല് വെച്ചിട്ടുണ്ട് ഇല്ലേ? വാഷ് ബേസിൻ്റെ അടുത്ത് ഒരു കുളത്തിലൊരു ടവല് തൂക്കിയിടാറില്ലേ നമ്മൾ? ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ടവല് വേറെ ഒന്നിനും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ ഞാൻ കൈ കഴുകാൻ വരുമ്പോൾ ഒരിക്കലും ഈ ടവൽ അവിടെ കാണില്ല. അവളതെടുത്ത് ടേബിൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കണം. എനിക്കത് കാണുമ്പോൾ തലയിൽ എന്തോ പൊട്ടിത്തെറിക്കണ വയ്യ. ഇവളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ചെയ്യണേ? ഉടനെ ഇയാൾ പൊട്ടിത്തെറിച്ചു. വലിയ കാര്യമൊന്നുമല്ല, ഈ ടവല് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാറ്റി അത് ടേബിൾ ക്ലീൻ ചെയ്യാൻ എടുക്കണം. ഞാൻ കുറേ വഴക്ക് പറയും, കുറേ നേരം അവളത് കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ അതിനേക്കാൾ വലിയ രീതിയിൽ ഇങ്ങോട്ട് പറയും. പിന്നെ അത് വലിയ ഒരു പ്രശ്നം. എൻ്റെ ബ്രദറെ, ഇപ്പോൾ ഭയങ്കര സമാധാനമാണ്.
അതെന്താ സംഭവം? അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടും കാണുന്നില്ല. ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. യെശയ്യാ 42-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. ഇത് എൻ്റെ സ്നേഹമുള്ളവരെ, ഇത് നിങ്ങളും പേഷ്യൻസിൻ്റെയും റിലേഷൻഷിപ്പിനേക്കാൾ ഉപരി നിങ്ങളുടെ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ടീമിൽ കുറവുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാകും. എന്ത് വേണം? കണ്ടിട്ടും, ഒന്നെല്ലാവരും പറഞ്ഞ്, കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. മറിച്ച് എന്തുണ്ടാകും? ഒന്ന് കണ്ടു കഴിഞ്ഞത് കണ്ടോ, അവളെന്താ ചെയ്യണേ, ഞാൻ ഉടനെ മേറ്ററിനോട് പറയേണ്ട കാര്യമുള്ളൂ, 2 കൊടുപ്പിക്കണം. ഉടനെ ഇയാൾ അപ്പുറത്ത് പോയി ഫോൺ ചെയ്ത് അപ്പുറത്ത് ഇപ്പം തന്നെ വന്ന് നോക്കിയാൽ കാണാത്ത ആളവിടെ എന്താ ചെയ്യണമെന്ന്. ഭയങ്കര പ്രശ്നമാണ്. ഇതിങ്ങനെയാണെങ്കിലേ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഉടനെ ആക്ഷൻ എടുക്കണം. ഞാനിപ്പോൾ വരാം, വേഗമായോ. വന്നു, കണ്ടുപിടിച്ചു, ആളെ ഡിമോട്ട് ചെയ്തു, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടു, പണിഷ്മെൻ്റ് ചെയ്തു. സമാധാനമായി? ആയോ? സമാധാനമായോ? ഇതല്ല സമാധാനം എന്ന് പറയണത്. ഒരാളുടെ ജോലി കളഞ്ഞതുകൊണ്ടോ, ഒരാളെ അടിച്ച് താഴ്ത്തിയത് കൊണ്ടോ, ഒരാളുടെ കുറേ കുറ്റം കണ്ടുപിടിച്ചത് കൊണ്ടോ, ഒരാളുടെ പരാതി പറഞ്ഞതുകൊണ്ടോ, ഇത് ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കണം, ഇപ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്, അതുകൊണ്ടല്ല നമ്മുടെ വിജയം. നമ്മുടെ വിജയം എന്ന് പറയുന്നത് മറ്റൊരാളെ ചവിട്ടി താഴ്ത്തിയത് കൊണ്ടല്ല. അതല്ല വിജയം. ആ വ്യക്തി തെറ്റ് ചെയ്യുന്നുണ്ടാകാം, ആ വ്യക്തിയോട് കരുണയോടെ പോയിട്ട് സംസാരിക്കാം. സഹോദര, സഹോദരി, ഇങ്ങനെ ചെയ്യണതല്ല, അതിന് പകരം ഇങ്ങനെ ചെയ്യാണീ ആണ് ശരിയെന്ന് സ്നേഹത്തിൽ പറയാം. ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും. ക്രിയേറ്റീവ് ക്രിറ്റിസിസം. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ മറ്റൊരാളെ തിരുത്താം, എന്നാൽ അതേസമയം ആ ആളെ വിമർശിച്ച് താഴ്ത്താം. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയല്ല, കരുണ എന്തുകൊണ്ട് പ്രവഹിക്കാത്തത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ കരുണയുടെ ഒരു പ്രവാഹമായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രവഹിക്കാത്തതിൻ്റെ കാരണം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാലേ കരുണ പ്രവഹിക്കുള്ളൂ. അതിന് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക, ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക, അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വ്യഗ്രത കാണിക്കാതിരിക്കുക, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുക. ഇനി ഇതെല്ലാം താത്വികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാലും ഇത് പ്രാക്ടിക്കലായിട്ട് വരണമെങ്കിൽ ഒരല്പസമയം പ്രാർത്ഥിക്കണം. അല്പസമയം. എന്ത് പ്രാർത്ഥിക്കണം? രാവിലെ നിങ്ങൾ എഴുന്നേറ്റാൽ ആദ്യം തന്നെ ഉടനെ ജോലി തിരക്കിലേക്ക് പോകരുത്. 5 മിനിറ്റെങ്കിലും അവിടെ തന്നെ ഇരുന്ന് ദൈവവുമായിട്ട്, ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ജീവിക്കുന്ന സക്രാരികളാണ്. നമ്മൾ ആര് തന്നെ ആയാലും, നിങ്ങൾ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആര് തന്നെ ആയാലും നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്. ആ ദൈവത്തോട്, ദൈവമേ അങ്ങയുടെ സ്നേഹം എന്നിൽ നിറയ്ക്കണേ, അങ്ങയുടെ ജ്ഞാനം. 2 കാര്യം, ജ്ഞാനവും സ്നേഹവും. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആശയമാണ്. ദൈവം സ്നേഹമാണ്, എന്നാൽ അതേസമയം ദൈവം ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഈ രോഗി ശുശ്രൂഷയിലെ മറ്റൊരു വിഷയം. നമ്മൾ ഇത്രയും സമയവും കേട്ട കരുണയും സ്നേഹവും ഒരു വശത്ത്, എന്നാൽ ഈ കരുണയും സ്നേഹവും ജ്ഞാനവും കൂടി ചേർന്ന് പ്രവർത്തിക്കണം. ജ്ഞാനവും കൂടി ചേർന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ആശുപത്രിയിൽ വലിയ പനി.
പനി എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്നില്ല. പനി കൂടി അവസാനം ഡോക്ടർ മേത്തെല്ലാം ഐസ് ബ്ലാങ്കറ്റ് ഇട്ടേക്കാം. അപ്പം അതിനിടയ്ക്ക് ഇതാണ് നേഴ്സുമാരുടെ വേറൊരു കാര്യം, ക്ഷമിക്കണേ. അപ്പം ഭാര്യ എന്നോട് പറയണേ, ഞാൻ മരിക്കും. അതെങ്ങനെ നീ അങ്ങനെ? ഞാൻ ആ നേഴ്സുമാർ പറയണത് കേട്ടു. കണ്ട, രോഗിയുടെ അടുത്ത് വെച്ച് എന്താ പറഞ്ഞെന്നറിയാമോ? ഇത് പോക്ക. എന്താ പറഞ്ഞേ? ഇത് പോക്ക. ഒരു ചെറിയ വാക്ക് അല്ലേ? ആ നേഴ്സ് ഒരു പറയണ ചെറിയ വാക്കിനെ രോഗി എത്രത്തോളം വില കൽപ്പിക്കേണ്ടത് നോക്കിയേ. ഇത് പോക്ക. കാരണം അത്രയ്ക്ക് ഹൈ ഫീവറാണ്, പനി താഴുന്നില്ല. എന്താണ് പനിയെന്ന് അറിഞ്ഞൂടാ. അപ്പം അന്ന് ഞാൻ ഇതുപോലെ ഒരു ഭക്തിയൊക്കെ ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു. അന്ന് ചെറുപ്പകാലം ഞാൻ പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ സിഗരറ്റ് വലിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കൊച്ചിനെ ശരിക്കും നോക്കണം, എൻ്റെ അനുജത്തിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു അന്തിമ. ഞാൻ പറഞ്ഞു, എന്തീ പറയണേ? ഇല്ലില്ല, ഞാൻ അവർ പറയണത് കേട്ടു. എന്ത് കേട്ടു? അവർ പറഞ്ഞു ഹൈ ഫീവറാണ്, പോക്കാണ്. നീ എന്തീ പറയണത്? ഞാൻ എന്നിട്ടൊരു തൂഫാൻ മാതിരി, ഒരു കൊടുങ്കാറ്റ് മാതിരി ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്നു. 2 സിഗരറ്റ് കൂടി വലിച്ചു വിട്ടിട്ട്, എന്താണ് കേൾക്കണേ? നിങ്ങൾ എന്തായി ചെയ്യണത്? ഇത്രയും ദിവസമായിട്ട് പനി എന്തെന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറോട് കുറേ അങ്ങ് തട്ടിക്കയറാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറയണേ, ക്ഷമിക്കണം, ഞാൻ എൻ്റെ ജോലി ഇന്ന് ഈ ആശുപത്രിയിൽ അവസാന ദിവസമാണ്, നാളെ ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അതുകൂടി കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ എഴുന്നേറ്റ് ഡോക്ടറുടെ ക്യാബിനകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പറയും, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല. ഞാൻ വേറൊരു മനുഷ്യനായി മാറി. അവസാനം ഡോക്ടറും അങ്ങനെ ഇരിക്കണം, ഞാനും അങ്ങനെ ഇരിക്കണം. അപ്പോഴെനിക്ക് തോന്നി, ഇങ്ങനെ ഇരുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഞാൻ ശരിക്ക് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച ഒരു നിമിഷമായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, നിനക്കറിയാം എന്താണ് രോഗമെന്ന്, എന്താണ് ഇതിന് പ്രതിവിധിയെന്ന്. കുറച്ചു നേരം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ ഈ ഡോക്ടർ പറയുകയാണേ, വെയിറ്റ് എ മിനിറ്റ്, ഈ രോഗം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ, എനിക്കറിയില്ല ഇത് എത്രത്തോളം നിങ്ങളെ ശരിവെക്കുമെന്ന്, നമ്മളവിടെ പറഞ്ഞ കാര്യം പറയാണ്. ഐ ആം നോട്ട് ജഡ്ജിങ് ഓർ ക്രിട്ടിസൈസിങ് എനിബഡി. ഒരു പക്ഷേ ഇത് മലേറിയ തന്നെ ആയിരിക്കാം. പക്ഷേ ഒരു തുള്ളി ബ്ലഡിൽ ആ മലേറിയയുടെ അണുക്കളെ ഡിറ്റക്റ്റ് ചെയ്തില്ല. ഒരുപക്ഷെ മലേറിയ ആയിരിക്കാം. അതുകൊണ്ട് മലേറിയയ്ക്ക് ഒരു ലേറ്റസ്റ്റ് മെഡിസിൻ, ഇത് 40 വർഷം മുമ്പുള്ള സംഭവമാണ്, അല്ലെങ്കിൽ 38 വർഷം മുമ്പുള്ള സംഭവമാണ്. ഒരു മരുന്നുണ്ട്, അത് ഇറക്കാൻ ഭയങ്കര കയ്പാണ്. ഞാൻ പറഞ്ഞു, അതിന് ഞാനൊരു പണിയാണ്, ഞാനൊരു പഴക്കഷ്ണത്തിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് അങ്ങ് വിഴുങ്ങാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നും പറഞ്ഞ് മരുന്ന് എഴുതി തന്നു. ഞാൻ ഓടിപ്പോയത് മേടിച്ചു, അത് കൊടുത്തു. 3 മണിക്കൂറിനകത്ത് പനി കുറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരാഴ്ചയായിട്ട് കുറയാണ്ട് മേത്ത് ഐസ് ഇട്ടേക്കായിരുന്നു പനി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ ഒരു അത്ഭുത ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം. അത് സത്യമാണ്. അതും ഈ മരുന്നും ഡയഗ്നോസിസും എല്ലാം കമ്പൈൻ ചെയ്യണം. അംബികാപൂർ എന്ന് പറയുന്ന സ്ഥലം, അത് മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ പ്രദേശത്ത് ഒരു ഡോക്ടർ സിസ്റ്റർ ഉണ്ട്. അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു മിഷൻ ആശുപത്രിയാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ എന്നെ വിളിച്ച് പറയാണ്, ഡോക്ടർ സിസ്റ്റർ, ഭയങ്കര പ്രശ്നങ്ങളാണ് ആശുപത്രി, ഭയങ്കര പ്രശ്നങ്ങൾ.
കമ്മ്യൂണിറ്റി പ്രോബ്ലം, ലോക്കൽ പ്രോബ്ലം, ടെററിസ്റ്റ് പ്രോബ്ലം, എല്ലാം കൊണ്ട് പ്രശ്നങ്ങൾ. എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം സിസ്റ്ററെ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ഈ ആശുപത്രിയിൽ കപ്പേള എന്ന് പറഞ്ഞാൽ ചാപ്പലുണ്ടോ? ചാപ്പൽ. ഈശോയെ, ആ ചാപ്പലൊക്കെ ഉണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരും ഉണ്ടാവാറില്ല. ഞങ്ങൾ കുർബാന കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ചിങ്ങോട്ട് പോരും. അതാണ് പ്രശ്നം. എനിക്കറിയില്ല കേട്ടോ ഇവിടെ ചാപ്പലുണ്ടോയെന്നോ അവിടെ പ്രാർത്ഥന ഉണ്ടോയെന്നോ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ വേണമെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്ന് എൻ്റെ ടീമിലെ 2 ആളുകളെ അങ്ങോട്ട് വിടാം. ചാപ്പലിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട്, അതായത് തിരുവോസ്തിയിൽ ഇരിക്കുന്ന ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച്, ഞാൻ പറഞ്ഞത് 24 മണിക്കൂറും പ്രാർത്ഥിക്കണം. അങ്ങനെ ആരംഭിക്കുമ്പോൾ നേഴ്സുമാർ ഇടയ്ക്ക് വന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പോകാം. ബൈസ്റ്റാൻഡേഴ്സ്, ആശുപത്രിയിലുള്ള ബൈസ്റ്റാൻഡേഴ്സോട് പറയും, നിങ്ങൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ കിടന്ന് കരയണേലും ഭേദം അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കരയും എന്ന് പറയണം, ഇല്ലേ? അതുപോലെ വാച്ച്മാൻ വരെയുള്ള ആൾക്കാർ കുറേശ്ശെ അരമണിക്കൂർ പ്രാർത്ഥിക്കുക. ഡോക്ടേഴ്സ് താനേ വന്ന് പ്രാർത്ഥിച്ചോളും. അവർ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇച്ചിരി നേരം അവിടെ വന്നൊന്ന് കയറിപ്പോയാലും മതി. ഇത് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സെൻറ്ററിൻ്റെ ആവശ്യമായി, ഇപ്പം ഐ തിങ്ക് ഇവിടെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് തോന്നില്ലേ? ഹലോ, സോളാർ പാനൽ, ഇത്തരം ടെക്നിക്കൊക്കെ നമുക്കറിയാം. താങ്ക് യു. എന്നാൽ ഇതിനേക്കാൾ വലിയ ഒരു സോളാർ ശക്തിയാണ് നമ്മുടെ ചാപ്പലിലുള്ളത്. ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെ എടുത്താൽ മതി. ഈ സോളാർ ശക്തി വെറുതെ പോയിക്കൊണ്ടിരുന്നതിന് നമ്മൾ ടാപ്പ് ചെയ്തു. ഇനി വേറൊരു അനാളജി പറയാം. സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന ഒരു കല്ല് കുറച്ച് കഴിയുമ്പോൾ ചൂടാവും, ഇല്ലേ? അതേ പ്രിൻസിപ്പിളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ യേശുവാകുന്ന ആ സൂര്യനേക്കാൾ 1000 മടങ്ങ് പ്രകാശമുള്ള ആ യേശുവിൻ്റെ മുമ്പിൽ അരമണിക്കൂർ പോയി ഇരിക്കുമ്പോൾ ഈ സോളാർ പാനൽ പോലെ, ഈ കരിങ്കല്ല് ചൂടാവുന്നത് പോലെ നമ്മൾ ചൂടാവും. നമ്മൾ ചൂടായിക്കഴിഞ്ഞാൽ ആ ചൂട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരും. ഈ സോളാർ പാനലിൽ നിന്നുള്ള പവർ ഈ ആശുപത്രിയിലെ മറ്റ് എല്ലാ പ്രസ്ഥാനത്തിനും ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെ ഒരു പവർ ഹൗസ് ആണ് നമ്മുടെ ചാപ്പൽ. അതുകൊണ്ട് ആ ചാപ്പൽ അടച്ചിടാതെ അവിടെ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് അല്പസമയം പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ ഒരു സവിശേഷ ശക്തി നിങ്ങളിലെല്ലാം നിറയും. ഇത് ഒരു 15 വർഷം മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ്. എന്നാൽ ഇന്നും ആ ആശുപത്രിയിൽ 24 മണിക്കൂറും ആരാധന നടക്കുന്നുണ്ട്. ആ സിസ്റ്റർ, അപ്പോൾ എൻ്റെ ആളുകളെ ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിൻവലിച്ചു. അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ചാപ്പലിൽ വരാൻ തുടങ്ങി. ഈ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വരുന്നവരോടെല്ലാം പറയാം, നിങ്ങൾക്ക് കുറച്ച് നേരം അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചോ. അവരെല്ലാവരും ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാ നേഴ്സുമാരും അരമണിക്കൂർ വീതം പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്ര നേഴ്സുമാരുണ്ട്? ഒരു 200ഓളം നേഴ്സുണ്ടോ? എത്രയുണ്ട്? 200ൻ്റെ അടുത്തുണ്ട്. സോ അതിനകത്തൊരു 100 പേരെങ്കിലും അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 24 hours സുഖമായിട്ട് കവറാവില്ലേ? ഇല്ലേ? സുഖമായിട്ട് കവറാവും. 24 hours പ്രാർത്ഥന നടത്താം. എനിവേ, അത് ഈ സോളാർ പാനൽ പോലെ തന്നെ നമ്മൾക്കുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കംപ്ലീറ്റ് ഈ ഹോസ്പിറ്റലിലെ ഒഴുകുന്ന ദൈവിക ശക്തിയായിട്ട് മാറും. ഇനി പെട്ടെന്ന് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാൻ നമുക്ക് പെർമിഷനൊന്നും കിട്ടണമെന്നില്ല, കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനൊക്കെ നിയമങ്ങളുണ്ട്. ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത്, ബിഷപ്പിനോട് ചോദിക്കുക, ഒരു 3 മാസം ഞങ്ങളൊന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോട്ടെ. 3 മാസം ഓക്കെ. നിങ്ങൾ അച്ഛനോട് പറയും 3 മാസം ഓക്കെ. എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത് ഈ 3 മാസം കൊണ്ട് ആശുപത്രി എന്ന് മാത്രമല്ല ആ പ്രദേശം മുഴുവനും ഭയങ്കര ദൈവസ്നേഹത്തിൻ്റെ ഒരു തുളുമ്പുന്ന അനുഭവം. അപ്പോൾ ബിഷപ്പ് ഇങ്ങോട്ട് പറയാണ്, അതെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര നന്മ തോന്നുന്നുണ്ട്, നിങ്ങൾ ഒരു അടുത്ത 3 മാസം കൂടി വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ ഇങ്ങനെന്ന് പറയാം. മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാ നേഴ്സുമാരും രോഗികളും ഡോക്ടർമാർക്കും എല്ലാം
രോഗിയെ കാണുമ്പോഴേ തന്നെ ഡോക്ടർ പറയാണ് ഇതാണ് നിന്റെ അസുഖം. കണ്ടോ, ഡയഗ്നോസിസ്. ഇത് നടന്ന സംഭവമാണത്. രോഗിയെ കാണുമ്പോൾ അവർ പറഞ്ഞ് തീർന്നേക്കുന്ന മുമ്പ് ഡോക്ടർക്ക് ഡയഗ്നോസിസ് മനസ്സിലാകുകയാണ്. ഇന്നതാണ് അസുഖം ഒരു വശത്ത്, ഇന്നതാണ് അതിന് മരുന്ന് മറുവശത്ത്. ഇതുപോലെ ഇത് രണ്ടും ക്ലിക്ക് ആയി കഴിയുമ്പോൾ ആശുപത്രി വലിയ പ്രവർത്തനമായി. രോഗമെന്തെന്നുള്ള തിരിച്ചറിവിനാണ് ഡയഗ്നോസിസ്. ഇത് ദൈവം തന്നെ കാണിച്ചു തരികയാണ്. നമ്മളൊരുപാട് തെളിവുകളും ടെസ്റ്റുകളും എല്ലാം പാസ്സായ കടലാസുണ്ട്, അത് മാത്രം പോരാ. ഇനി അടുത്ത് രോഗം മനസ്സിലായി, അതിന് ഒരുപാട് മരുന്നുകളുടെ ഓപ്ഷൻസ് ഉണ്ട്. എന്ത് മെഡിക്കേഷനാണ്, എന്ത് തെറാപ്പിയാണ് ചെയ്യേണ്ടത്, അതിൻ്റെയും വെളിവ്. ഈ രണ്ട് ഐഡിയ ദൈവമാണ് തരുന്നത്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സൗഖ്യമാകും. അപ്പൊ ഇവിടെയെല്ലാം ഒരു ദൈവിക ശക്തിയുടെ പ്രസരണം നമ്മളിൽ നടക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അപ്പൊ അതിനിപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥന പറഞ്ഞു. ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന, വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? സ്നേഹം. ഫിൽ മീ വിത്ത് യുവർ ലവ്. 5 മിനിറ്റ് ഫിൽ മീ വിത്ത് യുവർ ലവ്, അത്രേ ഉള്ളൂ. ഫിൽ മീ വിത്ത് യുവർ വിസ്ഡം. ഇനി വിശദമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബൈബിളിൽ ജ്ഞാനം എന്നൊരു പുസ്തകം തന്നെയുണ്ട്, വിസ്ഡം, ബുക്ക് ഓഫ് വിസ്ഡം. അതൊന്ന് വായിക്കാം. ഇതിപ്പോൾ അതൊന്നും വേണ്ട. ടു സ്റ്റാർട്ട് വിത്ത് ഫിൽ മീ വിത്ത് യുവർ വിസ്ഡം. ഇത് നമ്മുടെ ജോലിയിൽ മാത്രമല്ല, നമ്മളെല്ലാവരും കുടുംബസ്ഥരാണ്. നമ്മളൊന്നില്ലെങ്കിൽ ഒരു അമ്മയാണ്, അപ്പനാണ്, മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോ ദിവസവും നമ്മളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. ഓരോ ദിവസവും നിരവധി പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഉണരണത്. അതിനെന്ത് ചെയ്യും? എന്നാൽ ദൈവത്തിന് ഇതിനെല്ലാം മുൻകൂട്ടി തന്നെ ഉത്തരമുണ്ട്. ഇപ്പോൾ യോഹന്നാൻ ക്രൂസ്, ഈ സിസ്റ്റർമാരുടെ പിതാവാണ് യോഹന്നാൻ ക്രൂസ് അല്ലേ? യോഹന്നാൻ ക്രൂസ് പിതാവിൻ്റെ ഒരു പുസ്തകമുണ്ട്, കർമ്മല മലകയറ്റം. അതൊന്നും വായിക്കാൻ പറ്റില്ലെങ്കിൽ അതൊന്ന് തുറന്ന് ചുമന്ന് നോക്കിയാൽ നല്ലതാ നിങ്ങളൊക്കെ, ഇല്ലേ? ആ പുസ്തകമൊക്കെ ഇവിടെ ലൈബ്രറിയിൽ ഉണ്ടാവും. ആ പുസ്തകമൊക്കെ ഒന്ന് തുറന്ന് നോക്ക് ഇടയ്ക്ക്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു കഥ ഇതാണ്. ഒരമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വലിയ ആളുകൾക്ക്. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി, എൻ്റെ മകൾക്ക് ഈ വലിയ ആളുകൾക്ക് കഴിക്കുന്ന ഭക്ഷണം കൊടുത്താൽ പോരല്ലോ, അവളുടെ രുചിക്ക് അനുസരിച്ചൊരു ഭക്ഷണം വേണം. അമ്മ രണ്ടാമത് കുക്ക് ചെയ്തു. നല്ല രുചികരമായ, മധുരമായ, എരിവില്ലാത്ത ഒരു ഭക്ഷണം. അങ്ങനെ അമ്മക്ക് ഭയങ്കര സന്തോഷം. ഇത് എൻ്റെ മോൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്നതാണ്, മറ്റതെല്ലാവർക്കും വേണ്ടി. പക്ഷേ ഡൈനിങ് ടേബിളിൽ വന്നപ്പോൾ ഈ മകൾ കിടന്ന് കരയാൻ തുടങ്ങി. എനിക്കിത് വേണ്ട, എനിക്ക് ഈ വേണ്ട. മോൾ, ഇത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയതാ, ഇത് എന്ത് രസമെന്നറിയാമോ ഇതിന്? എനിക്കിത് വേണ്ട, എനിക്ക് മമ്മി കഴിക്കണം തന്നെ മതി. എന്താ നീ പറയണേ? ഇത്രയും എരിവുള്ള മീൻകറി നീ കഴിക്കോ? ഇത് കഴിച്ച നിന്റെ വയറെരിയും. വേണ്ട, നിങ്ങൾ കഴിക്കണമല്ലോ. ഈ അപ്പം പറഞ്ഞു, എന്നാൽ എന്തെങ്കിലും ആവട്ടെ, അത് കൊടുക്കത്തില്ല. എന്തിനാ? സമാധാനമാകട്ടെ. അപ്പൊ ജോൺ ഓഫ് ദ ക്രോസ് പറയണത് ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ എന്നാ പറഞ്ഞത്. ഓർക്കണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ചോദിക്കുകയാണ്, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം. 9 പ്രാവശ്യം. അതിനാണ് നൊവേന എന്ന് പറയണേ. 9 പ്രാവശ്യം കരഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല, കർത്താവ് ഉടനെ തരുത്ത. വേഗം കൊടുക്ക്, വേഗം കൊടുക്കുക, അത് ചോദിക്കണത് കൊടുക്ക്. പക്ഷെ അപ്പോൾ അവിടെ എന്താ സംഭവിച്ചേക്കണത്? ദൈവം നമ്മൾ ചോദിച്ചതിനേക്കാൾ വളരെ നല്ല ഒന്ന് അവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോഴും അവിടെ ഇരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണം? അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ആദ്യം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ ആഗ്രഹമോ ഇച്ഛയോ അല്ല,
ദൈവം എനിക്ക് വേണ്ടി ഒന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ചെറുപ്പം പിള്ളേരാണ്. നിങ്ങൾ ആരെങ്കിലും നിൻ്റെ അപ്പൻ്റെ അടുത്തോ അമ്മയുടെ അടുത്ത് പോയി പറയും എനിക്ക് കല്യാണം കഴിക്കാൻ സമയമായി, വേഗം കല്യാണക്കാരെ ആലോചിക്കാൻ പറയുമോ നിങ്ങൾ? ആരും പറയില്ല. കാരണം നിങ്ങൾക്കറിയാം അതൊക്കെ അപ്പനും അമ്മയും മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന പോലെയാണ് ദൈവം നമ്മുടെ കാര്യത്തിൽ. ദൈവം നമ്മളെക്കുറിച്ച് വലിയ പ്ലാനാണ് ദൈവത്തിന്. അതിങ്ങനെ പടിപടിയായിട്ട് ദൈവം മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് നടപ്പാകാത്തത്? നമ്മുടെ ഇഷ്ടം പോലെ വേറെ ചില കാര്യങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് ഈ കാര്യം നടപ്പാകുന്നില്ല. സമയമായി തോന്നണില്ലേ? നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായിട്ടുണ്ടാവും. എന്നാൽ നിർത്താം ഉടനെ തന്നെ, അധികം താമസിക്കുന്നില്ല. നിങ്ങൾ ക്ഷമിച്ച് ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുക. ഇനിയിപ്പോൾ വാച്ചൊന്നും നോക്കരുത്. ഈ പ്രാർത്ഥന പുതിയൊരു പ്രാർത്ഥനയായിട്ട് പഠിക്കുക. ദൈവമേ, നീ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എനിക്ക് തരണേ. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. അതാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന, അങ്ങയുടെ ഹിതം. അപ്പോൾ അതെല്ലാം ഈ 2 വാക്കിലടങ്ങും. അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണേ എന്ന് 5 മിനിറ്റ് പ്രാർത്ഥിക്കാമോ? ഇത് ചുമ്മാ കേട്ടുപോയാൽ പോരാ. ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു എഗ്രിമെൻ്റാണ്. രാവിലെ എഴുന്നേറ്റ് ഈ 5 മിനിറ്റ് സ്നേഹത്തിനും ജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഒന്ന് കമ്മിറ്റ് ചെയ്യുന്നവർ കരമുയർത്തുക. 5 മിനിറ്റ് രാവിലെ എഴുന്നേറ്റ എല്ലാവരും കരമുയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 5 മിനിറ്റ്സ്. ഓ ദൈവമേ, ഈ മക്കളുടെ ഈ കരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. നാളെ രാവിലെ എണീക്കുമ്പോൾ തന്നെ അങ്ങ് വാതുക്കൽ കാത്തു നിൽക്കുകയാണ്. ഇവർക്ക് വേണ്ടതായ ജ്ഞാനവും സ്നേഹവുമായിട്ട് അതിവരിലേക്ക് കൊടുക്കണേ. 5 മിനിറ്റ്. ദൈവമേ, എൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ. നാളെ രാവിലെ. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്നതിൻ്റെ ഒരു ബോധ്യം കിട്ടുന്നതിനാണ് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ദൈവമേ, ഇന്ന് കേട്ട ഈ ക്ലാസ്സുകളിൽ, ഈ വചനങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരാശയം, അതിനെപ്രതി നന്ദി പറയുന്നു. നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ലഭിച്ച നല്ലൊരാശയം? ആ ആശയത്തെക്കുറിച്ച് നന്ദി പറയുക. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതും എൻ്റെ ജീവിതം മുഴുവനെയും അനുഗ്രഹീതമാക്കാൻ സാധിക്കുന്നതുമായ ഒരാശയം, അതിനെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നിരിക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി എക്സ്റ്റൻഷൻ. ഇപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളിലെ ആശയം വന്നോ ഇല്ലയോ? ഇല്ലേ? ആ ആശയം അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയണം. അത്രേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയും. ഇന്നത്തെ ഈ വൈകുന്നേരത്തെ ഈ ക്ലാസ്സിൽ കേട്ടതിൽ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരാശയം എന്താണ്? 1-2 ആശയം അടുത്തിരിക്കുന്ന ആളോടൊന്ന് പങ്കുവയ്ക്കുക. പ്ലീസ് സ്പീക്ക്. എന്താണ്? പറഞ്ഞോ, സംസാരിച്ചോ. 2-3 പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ. ഇനി ഒരു ചലഞ്ചാണ്. ഇനി നിങ്ങൾ എന്താ അങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ എന്താ കേട്ടത്? 2 കാര്യം ഇല്ലേ? ഒന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞതും, ഒന്ന് നിങ്ങൾ ആ 2 കാര്യങ്ങൾ ഒന്ന് ഇവിടെ വന്ന് 2-3 പേരൊന്ന് പറയാമോ? എന്താണ്? അപ്പോഴല്ലേ നമുക്ക് എന്താണ് ഇപ്പം സംഭവം നടന്നതെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ? എന്ത് നിങ്ങൾ കേട്ടു, എന്ത് നിങ്ങൾ പറഞ്ഞു? 2-3 പേരൊന്ന് വന്ന് പറഞ്ഞ് കർത്താവിനൊന്ന് നന്ദി പറയാം. വേഗം വരും.
2-3 പേര് വന്ന് പറയാം. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരാശയം ഇന്നത്തെ ഈ ക്ലാസ്സിൽ? എന്താണ് നിങ്ങളോട് മറ്റൊരാൾ പറഞ്ഞ ആശയം? സിസ്റ്റർ ഓടി വരികയാണ്, കാരണം മറ്റാരും പറയില്ലെന്ന് ഉദ്ദേശിച്ചിട്ടാണോ? നിങ്ങൾ വരണേ. എനിക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. ഗോൾഡൻ റൂളാണ് ഞാൻ സിസ്റ്റർ ഡോക്ടർ അനുശീലയോട് പറഞ്ഞത്. അനുശീല പറഞ്ഞത്, ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം എന്തു തന്നെയായാലും അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ നടക്കുന്നതാണ്. ഈ നല്ല വാക്കുകൾ മനസ്സിൽ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ബ്രദറിന് നന്ദി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നെക്സ്റ്റ് കം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടൊന്നും മനസ്സിലായില്ലേ? ഓടി വരും. വെരി ഗുഡ്. പ്ലീസ് കം. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ച് വിധിക്കാതിരിക്കുക, എല്ലാ ദിവസവും രാവിലെ ജ്ഞാനത്തിനും സ്നേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് പറഞ്ഞത്, 2 പേര് പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹവും കരുണയോടും മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക, അത് പ്രാവർത്തികമാക്കുക. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ഇനി ആരെങ്കിലും അടുത്ത ആൾ വരിക? യെസ്, വെരി ഗുഡ്. എൻ്റെ ഫ്രണ്ട് ജൂബിയ എന്നോട് പറഞ്ഞത്, നമ്മളൊന്നും ദൈവത്തോട് ആവശ്യപ്പെടരുത്, ദൈവം നമുക്ക് വേണ്ടി നല്ലത് കരുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ പറഞ്ഞത്, എനിക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ട് ഒത്തിരി കാര്യങ്ങൾ, അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത് ഇനി തുടങ്ങി ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. വെരി ഗുഡ്. ഒരാൾ കൂടി. 1 more person. ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ഒരു ചേട്ടൻ വന്നാൽ നന്നായിരിക്കും. ദൈവത്തിന് നന്ദി. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇന്ന് ആഗ്രഹിച്ചതാണ് ഈ സിസ്റ്റേഴ്സുമാർക്ക്, ഈ കുട്ടികൾക്കും നല്ലൊരു ക്ലാസ് കൊടുക്കാൻ ഒരു ബ്രദറിനെ ഇവിടെ എത്തിക്കണമേ എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഇന്ന് ആഗ്രഹിച്ചാണ്. അത് സാധിച്ചതിൽ വളരെ നന്ദി. ഇപ്പോൾ കേട്ട കാര്യം പറയുന്നു. ഇപ്പോൾ കേട്ട കാര്യം ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു ജ്ഞാനത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ച്, പിന്നെ അതേപോലെ തന്നെ എനിക്കിത്തിരി വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അതെൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിക്കിട്ടുകയും ചെയ്തു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിത് സമാപിപ്പിക്കാം. ആരെങ്കിലും പറയാനുണ്ടോ? യു വാണ്ട് ടു സേ സംതിങ് സിസ്റ്റർ? നോ. സിസ്റ്റർ അവിടുത്തെ എനിക്ക് പറയാൻ പറഞ്ഞ മാതിരി തോന്നിയില്ല. ഓക്കെ, നമുക്കൊന്നുകൂടി കണ്ണടച്ച് ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, ഇന്നത്തെ ഈ ദിവസത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഈ ജ്ഞാനത്തെ പ്രതി നന്ദി പറയുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ണടച്ചോളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. വിശ്വസിക്കുക. ഓ ദൈവമേ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത് തന്നെ വളരെ പ്രത്യേകത നിറഞ്ഞ് ദൈവത്തിൻ്റെ തന്നെ സാദൃശ്യത്തിൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച ആ വലിയ കരുണയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളിൽ വസിക്കുന്ന ആബാ പിതാവേ, അങ്ങയുടെ രാജ്യം ഞങ്ങളിൽ പൂർണ്ണമായിട്ട് തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ മക്കളിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇവരിൽ തുളുമ്പണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇവരുടെ ജീവിതത്തിൽ ജ്ഞാനം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി. ഓ പരിശുദ്ധാത്മാവേ, ഇവരെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രവാചകരാക്കണമേ. അങ്ങയുടെ കരുണയുടെ പ്രവാഹമാക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദർ, പ്രിയമുള്ള ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ ആനി ഷീല, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കുഞ്ഞുമൻ സെബാസ്റ്റ്യൻ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ഡോക്ടേഴ്സ്, PS മിഷൻ കുടുംബാംഗങ്ങളെ, സ്റ്റുഡൻസ്, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അതെ, 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പക്കലേക്ക് വന്നവർക്കും താൻ സമീപിച്ചവർക്കും സൗഖ്യം നൽകിയ അതേ യേശുനാഥൻ തന്നെയാണ് കരുണയുടെ ഈ ആതുരാലയത്തിൽ നമ്മോടൊപ്പം ദിവ്യ വൈദ്യനായി, ദിവ്യ ഔഷധമായി കൂടെയുള്ളത്. അതോടൊപ്പം നമുക്ക് മുൻപിൽ രോഗിയായി നിൽക്കുന്നതും അതേ യേശുനാഥൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും വളരെ അത്ഭുതകരമായ ഒരു വേദിയാണ് ഈ ആതുര ശുശ്രൂഷ രംഗം. ഈ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് എപ്രകാരം കരുണ ഒഴുക്കാമെന്ന് തിരുവചനത്തിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തിക്കൊണ്ട് നമ്മെ കാണിച്ചു തരികയായിരുന്നു സ്നേഹബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോൾ. വചനം നിറഞ്ഞു നിൽക്കുന്ന, വചനം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിരവധി വർഷങ്ങളായി സുവിശേഷ പ്രഘോഷണ രംഗത്തായിരിക്കുന്ന ബ്രദറിനെ നമ്മൾ TV-യിലൂടെയും ചിലരെങ്കിലും ഇതിനു മുമ്പ് നേരിട്ടും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിരിക്കാം. വളരെ തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും നമുക്ക് ഈശോനെ നൽകേണ്ടത് ഏറെ ആവശ്യമാണ് എന്ന ദൈവിക ജ്ഞാനത്താൽ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഈ കുറച്ചു സമയം, ഈ 2 മണിക്കൂർ കടന്നുപോയത് നമ്മൾ അറിഞ്ഞതേയില്ല. ഈ 2 മണിക്കൂർ നമ്മോട് വചനം പ്രഘോഷിക്കുവാൻ അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു എളിയ ദാസനായിട്ടാണ് നമ്മുടെ മുന്നിൽ നിന്നത്. എത്രയോ വലിയ പ്രേക്ഷകരുടെ മുമ്പിൽ, എത്രയോ വലിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ ഇദ്ദേഹം വചനം പ്രഘോഷിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചെറിയ ഒരു സമൂഹമായിരുന്നിട്ട് പോലും ആ വലിയ സദസ്സിനോട് പ്രസംഗിക്കുന്ന അതേ ഭാവത്തിൽ തന്നെയാണ് ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇദ്ദേഹം അതേ അരൂപിയിൽ തന്നെ നിന്നുകൊണ്ടാണ് നമുക്ക് മുൻപിൽ വചനം പങ്കുവച്ചത്. ഇപ്രകാരം പറയാറുണ്ട്: നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ ചിലരെങ്കിലും വായിക്കുന്ന ഏക സുവിശേഷം നിങ്ങളുടെ ജീവിതമാകാമെന്ന്. വചനം പ്രഘോഷിക്കുക മാത്രമല്ല, ആ വചനം തൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയായിരുന്നു ബ്രദർ നമ്മോട് സംസാരിച്ചപ്പോൾ. തൻ്റെ ജീവിത അനുഭവങ്ങളെ കോർത്തിണക്കിയും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട് ആ സംഭവങ്ങളെല്ലാം നമ്മോട് പങ്കുവെച്ചുകൊണ്ടുമാണ് ബ്രദർ ഈ സമയം
2 മണിക്കൂർ നിർത്താതെ നമ്മോട് വചനം പ്രഘോഷിച്ചത്. തീർച്ചയായും ഒത്തിരി നല്ല പ്രചോദനങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് ഒരു ലിറ്റിൽ സ്റ്റാർട്ടാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. ഒരു ചെറിയ കാര്യമെങ്കിലും നാം പ്രാവർത്തികമാക്കിയാൽ, അതായത് വ്യക്തിപരമായി ദൈവ സ്നേഹത്താലും ദൈവജ്ഞാനത്താലും നാം നിറയപ്പെടുവാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ആ കരുണ നമ്മൾ ഒഴുക്കുവാനായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന എല്ലാ ഹിൻഡ്രൻസും നാം മാറ്റിയെടുക്കുവാൻ ബോധപൂർവം പരിശ്രമിക്കുകയും ചെയ്താൽ നമ്മോടൊപ്പമുള്ള ഈശോ നമ്മിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നതിൽ സംശയമില്ല. മാത്രവുമല്ല, ഇന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി, മറ്റുള്ളവർ നമ്മോട് അവരുടെ ദുഃഖങ്ങളും രോഗങ്ങളുമെല്ലാം പങ്കുവയ്ക്കുമ്പോൾ ഈശോയെ, ഇവരുടെ വേദനകൾ നീ കേൾക്കണമേ എന്നുള്ള മനോഭാവത്തോടെയെങ്കിലും നാം കേൾക്കുവാൻ തയ്യാറായാൽ, അപ്രകാരം ഉള്ള നല്ല ക്വാളിറ്റീസ് നമ്മൾ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, തീർച്ചയായും ഈ ക്ലാസ് വലിയ ഒരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറും. നാമും ഒരു സുവിശേഷ പ്രഘോഷകരായി മാറും. ആതുര ശുശ്രൂഷ രംഗം തന്നെ വലിയ ഒരു വേദിയാണ് സുവിശേഷ പ്രഘോഷണത്തിന്. ആകയാൽ നാം ഏത് മതസ്ഥരായിക്കൊള്ളട്ടെ, ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മളിവിടെ ഒഴുക്കുവാനായിട്ട് ദൈവം ബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോളിനെയും ഇദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും ഇവിടേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഈ നല്ല അവസരം നൽകിയ നല്ലവനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈശോയുടെ ധന്യനാമത്തിൽ ഏറെ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദറിനും ബ്രദറിൻ്റെ ടീം അംഗങ്ങൾക്കും നന്ദിയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊള്ളുന്നു. ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുവാൻ ഇതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ അനീഷിലേക്കും നഴ്സിംഗ് സൂപ്രണ്ടൻറ്റ് സിസ്റ്റർ കെവിൻ, അതുപോലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കുഞ്ഞുമോൻ സെബാസ്റ്റ്യനും, HR സാർ, മറ്റതിനോട് സഹകരിച്ചിട്ടുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും, ഇവിടെ ആയിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ദൈവ അനുഗ്രഹങ്ങളും നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു.